അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇന്നലെ കോടതിയിൽ നടന്ന ഈ പരാമർശങ്ങളെ ചൊല്ലി അല്ലെങ്കിൽ ജഡ്ജി ഉന്നയിച്ച ചോദ്യങ്ങളെ ചൊല്ലിയൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ധൃതിപ്പെട്ട് 308 വകുപ്പ് കൂട്ടിച്ചേർത്തതിൽ. അത് കൃത്യമായി ജഡ്ജി തന്നെ പറയുന്നുണ്ട്. 308 വകുപ്പ് കൂട്ടിച്ചേർത്തതിലല്ല പ്രശ്നം, അത് കൂട്ടിച്ചേർത്ത രീതിയിലാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതിന് അമിതാവേശമോ ധൃതിയോ കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതിൽ ന്യായമായ നീതി പോലും നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുമോ എന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ പല ചോദ്യങ്ങൾ ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു വിശദീകരിച്ചപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ വകുപ്പുകളെ ചൊല്ലിയൊക്കെ ഉള്ള വാചാടോപത്തിനപ്പുറത്തേക്ക് എന്താണ് കൃത്യമായിട്ട് ഈ IPC പറയുന്നത് എന്ന കാര്യം വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ പോലും ഇന്നലെ കോടതിയിൽ നടന്ന ഇത്തരം വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ഒരു തിരിച്ചടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ കേസിന് ക്ഷീണം സംഭവിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഒന്ന്, അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയെപ്പറ്റി നമ്മൾ എത്രത്തോളം പറയുന്നത് ശരിയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ കോടതിയുടെ നിരീക്ഷണത്തെ പറ്റി പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതി കണ്ടെത്താൻ ശ്രമിക്കുന്നത് ട്രയൽ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ അറസ്റ്റ് ബെയിലിൽ കോടതി പരിഗണിക്കേണ്ട വസ്തുതകൾ മാത്രമാണ്. അങ്ങനെ ചെയ്യാവൂ, അതിനപ്പുറത്ത് പോകാൻ പാടില്ല. ട്രയൽ നടത്തുമ്പോൾ ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കോടതി പോകാൻ പാടില്ല. അതായത് ഈ വടി ഇങ്ങനെ വീശിയാൽ അങ്ങനെ കുനിഞ്ഞപ്പോഴാണോ കൊണ്ടത്, എന്തുകൊണ്ട് അങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലുള്ള വിധിന്യായങ്ങളിൽ വന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് 308, പഴയ 308, ഇപ്പോഴത്തെ 110 ആണെന്ന് എനിക്ക് തോന്നുന്നു BNS. അപ്പോൾ അത് ഒഫൻസ് നിൽക്കുമോ ഇല്ലയോ, പ്രഥമ ദൃഷ്ട്യാ ഒഫൻസ് നിൽക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചോ എന്നുള്ള രീതിയിലുള്ള പരിശോധനയല്ല, മറിച്ച് ഈ ആൾ തന്നെയാണോ അവിടെ ഉണ്ടായിരുന്നത്, അയാളുടെ കയ്യിൽ നിന്നാണോ ഈ ആയുധം മുറിവ് ഏറ്റത് അല്ലെങ്കിൽ അടിച്ചത്, പരിക്കേറ്റ ആൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്തരം പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൈമാ ഫേസി കേസുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശോധിക്കാം, രണ്ട് കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ. ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ തന്നെ നേരത്തെ ശ്രീ സുഭാഷ് ബാബു വിശദീകരിച്ചതുപോലെ ആ സമയത്ത് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവാം. അതായത് മുഖ്യമന്ത്രിയുടെ വണ്ടിയെ തടയുന്ന ആരെയും തല്ലി പരിക്കേൽപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കിട്ടുകയും ആ തല്ലി പരിക്കേൽപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് A or B ആരെ കിട്ടിയാലും തല്ലുക. അപ്പോൾ അതൊരു ഇൻറ്റൻഷനാണ്. ആ ഇൻറ്റൻഷനിൽ ഒരു നോളജ് ഉണ്ടായിരിക്കണം. ആ നോളജ് എന്ന് പറയുന്നത് ഈ വടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ചൂരൽ ഉപയോഗിച്ച് തല്ലിയാൽ മരണം സംഭവിക്കാം എന്നുള്ള നോളജാണ്. അത് ഏത് പോലീസുകാരനും ഉണ്ടാകുന്ന നോളജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും പ്രാഥമികമായിട്ട് കേസുണ്ടെങ്കിൽ പിന്നീട് പരിഗണിക്കേണ്ട വസ്തുതകൾ വേറെ ചിലതാണ്. ഇന്ന ആളുകൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ, പ്രതിയായിട്ട് വന്നിട്ട് ആൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കേസിൻ്റെ അന്വേഷണത്തെ സ്വാധീനിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, സാക്ഷികളെയും അന്വേഷണത്തെയും സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ശേഷിയുള്ളവരാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഈ സംഭവം നടന്ന് നമ്മളെല്ലാം കണ്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അവർക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നിടത്ത് തന്നെ ഈ പവർ കോറിഡോറിനകത്തുള്ള ഈ പ്രതികളുടെ പവർ എത്രത്തോളമുണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള അവരുടെ അധികാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. കേസ് അട്ടിമറിച്ച് കഴിഞ്ഞു, പിന്നീടാണ് കോടതി ഇടപെട്ട് കേസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുള്ള സ്ഥിതിക്ക് ബാക്കി രണ്ടും പ്രൈമാ ഫേസിയെ ബോധ്യപ്പെടേണ്ടതിന് പകരം 308 നിൽക്കുമോ ഇല്ലതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ വിചാരണ കോടതി ചോദിക്കുന്നത് പോലെ ഈ ഘട്ടത്തിൽ ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത്തരം ചോദ്യങ്ങളെയൊന്നും ഞാൻ മുൻവിധിയോടുകൂടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം സമീപനം ജുഡീഷ്യറി സ്വീകരിക്കുന്നതിന് നമുക്ക് നേരത്തെയും മറ്റ് വിധിന്യായങ്ങൾ ഇതേ ജഡ്ജിയുടെ തന്നെ പരിശോധിച്ചാൽ ഇത്തരം താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കാൻ ആളുകൾക്ക് കഴിയും. ഞാൻ പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കേസിൽ 323 326 IPC ഇടേണ്ട ഒഫൻസുകൾക്ക് പോലീസിൻ്റെ അമിതാവേശം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ചാൽ അവർ 308 ഇടുകയും ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വരികയും ആ 308 നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വരികയും ചെയ്താൽ ഫലത്തിൽ ആ കേസ് തന്നെ ഇല്ലാതായി പോകുന്ന സ്ഥിതിവിശേഷവും യഥാർത്ഥത്തിൽ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ പോലും കിട്ടാത്ത സ്ഥിതിവിശേഷവും ഉണ്ടാകും. നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ മൊത്തത്തിൽ കേസില്ലാതായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് ഈ ഘട്ടത്തിൽ ഉണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം 308 നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അല്ലെ ഓഫീസർമാർക്ക് SITക്കുള്ള അതേ അഭിപ്രായമായിരിക്കില്ല ഒരുപക്ഷെ ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്ന ഒരു ട്രയൽ കോർട്ടിന് നാളെ കണ്ടെത്താൻ കഴിയും. അത് ഈ ഘട്ടത്തിലല്ല പരിശോധിക്കേണ്ടതെങ്കിൽ പോലും
കൊലപാതകം നടക്കപ്പെടും അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്ന ഒരു നോളജ് അത് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. കാലിലടിച്ചാൽ മതിയായിരുന്നു, തലയ്ക്കടിച്ചത് ഇത്തരം നോളജ് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം, പക്ഷേ മറിച്ചും വാദിക്കാം. അതുകൊണ്ട് 308 നിന്നില്ലെങ്കിൽ ഈ കേസ് മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന ഒരാശങ്ക എനിക്കുണ്ട്. പക്ഷേ അപ്പോഴും അത് പറയുമ്പോഴും ഈ ജാമ്യ ഹർജിയിൽ വാസ്തവത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും, അവരോട് പ്രാഥമികമായി ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രിറ്റിസിസവും ആ കോടതിയുടെ നടപടികളോട് എനിക്കുണ്ട്. ഹരീഷ്, അതോടൊപ്പം ഈ ജാമ്യം കിട്ടുമായിരുന്ന വകുപ്പുകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അതിൽ 308 കൂട്ടിച്ചേർത്ത് ഈ ജാമ്യം കിട്ടാതിരിക്കാനല്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ കോടതി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? കോടതിയിൽ വന്ന് ജാമ്യം കിട്ടിയാൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, അത് സ്വാഭാവികമായും പാലിക്കേണ്ട ഒരു ക്രമമാണ്. പക്ഷേ ആ ക്രമത്തിനപ്പുറം ഈ പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ വകുപ്പൊക്കെ കൂടി ചേർത്ത് വീണ്ടും കോടതിക്ക് മുന്നിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടായ ആ നടപടിക്രമങ്ങളെ കോടതി വിമർശിച്ചതിൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല, കോടതി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂട്ടറുമായിട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് പ്രതിഭാഗം അഭിഭാഷകരോടും ചോദിക്കും. അതിലൊന്നും യാതൊരു അസ്വാഭാവികതയും കാണേണ്ടതില്ല. വിധി വരുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണോ അത് പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ വിധി വരുമ്പോൾ അത് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടല്ല പരിഗണിച്ചതെങ്കിൽ ഈ ചോദ്യങ്ങൾ ജഡ്ജിയുടെ മുൻവിധിക്ക് കാരണമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന നിരീക്ഷണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയായി മാറും. അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോഴേ കോടതിക്ക് മുൻവിധിയുണ്ട് എന്ന് പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല. മറിച്ച് വിധിന്യായം വരുമ്പോൾ ആ വിധിന്യായത്തിലുള്ള നിയമപരമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ കോടതി എത്തിച്ചേർന്നൊരു സാഹചര്യം, ഒരു അറൈവിങ് അറ്റ് എ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ബയാസാണ് സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തെ നോക്കിക്കണ്ടതിൽ. ഉദാഹരണത്തിന് ഈ കോടതി എന്തിനാണ് ഈ SIT എടുത്ത വിഷ്വൽസ് പുറത്തെത്തിയതിനെ ഇത്രയധികം ഭയപ്പെടുന്ന എന്തിനാണ്? കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാവുക? ഇത് ഏതെങ്കിലും രഹസ്യരേഖയുള്ളതാണോ? നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ ഈ പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ, ജിൻഡോ സൂചിപ്പിച്ചതുപോലെ, സ്വന്തം കസ്റ്റഡിയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ജുഡീഷ്യറിയാണ് ആളുകളോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ആളുകൾ ജുഡീഷ്യറിയെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കുന്ന ഒരു വളരെ വേദനയുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ആ ചോദ്യം ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ലാതാവുന്നു. ഇവിടെ ചാനലുകളിൽ നിരവധിയായിട്ടുള്ള മറ്റ് ആംഗിളുകളിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തവുമാണ്. എങ്ങനെയാണ് കോടതിക്ക് ഇതിനകത്ത് വലിയ ആശങ്ക ഉണ്ടാകുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നാളെ വിധിന്യായം വരുമ്പോൾ ആ വിധിന്യായം നിയമപരമായി ശരിയല്ലാത്തൊരു വിധിന്യായമാണ് വരുന്നതെങ്കിൽ, അല്ലെ അങ്ങനെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, ഇത്തരം ചോദ്യങ്ങൾ വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, വൺ സൈഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, അതൊരു പ്രത്യേക നറേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് ആരോപിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന വിഷയത്തിൽ ഇത്തരം മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ഒരു പാരലൽ ട്രയൽ പോലെ പോകാൻ പാടുള്ളതല്ല, മറിച്ച് പ്രഥമദൃഷ്ട്യാ ആ കേസിൻ്റെ തെളിവുകൾ മാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്ന് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത്തരം പരിശോധനകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ശരി.